കോടികളുടെ വെട്ടിപ്പാണ് ഒളവണ്ണ പാല കുറുബ ക്ഷേത്രത്തിൽ നടന്നത്. ദിവസേന ലക്ഷങ്ങൾ വരുമാനമുള്ള ഈ ക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണ്ണ ഉരുപ്പടികൾ അടക്കമുള്ള വസ്തുക്കളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, ഈ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഒളവണ്ണ പാല കുറുബ ക്ഷേത്രം. ഇവിടെ നടന്നത് കോടികളുടെ വെട്ടിപ്പാണ്. ഈ വെട്ടിപ്പിന്റെ സൂത്രധാരന്മാർ ആരൊക്കെയാണ്? എവിടെ പോയി ഇത്രയും സ്വർണം? എന്താണ് ഭക്തർ ഉന്നയിക്കുന്ന ആവശ്യം? അശ്വതി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡും കൂടി ഇപ്പോൾ ഈ അഴിമതിയുടെ നിഴലിലേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും കോഴിക്കോട് ഒളവണ്ണയിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പാല കുറുബ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ കാലങ്ങളായി നടന്നുവരുന്ന അല്ലെങ്കിൽ ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയായി സമർപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളായി സമർപ്പിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയൊരു കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ആ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സ്വത്ത് വകകളിലടക്കം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായി ഇതിൽ സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2018-ലും 2021-ലും ക്ഷേത്രത്തിൽ ഓഡിറ്റ് നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അങ്ങനെയാണെങ്കിൽ ഈ ഓഡിറ്റ് നടക്കാതെ മറ്റു വസ്തുക്കളിൽ എങ്ങോട്ടേക്കാണ് പോയത്, ഭൂസ്വത്തുക്കളുടെ കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. പ്രധാനമായും കാണിക്ക ഇനത്തിലൊക്കെ വലിയൊരു തുക, അതായത് ഇവിടെ 48 ഗ്രാം സ്വർണ്ണം മാത്രമാണ് നിലവിൽ ക്ഷേത്രത്തിലുള്ളതാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ, വർഷങ്ങളോളം നിലകൊള്ളുന്ന ഒരു ക്ഷേത്രത്തിൽ വന്നിരുന്ന സ്വത്തുക്കൾ, സ്വർണ്ണമായാലും ഭൂസ്വത്തായാലും മറ്റ് ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം തന്നെ ഏത് തരത്തിലാണ് വകമാറ്റിയെന്നുള്ളായിരുന്നു അന്നത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ അന്നത്തെ ബോർഡ് ഭാരവാഹികൾ ഇവരെല്ലാം തന്നെ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ വിവരാവകാശം പ്രകാരം നൽകിയിരിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ മറുപടി വന്നിരിക്കുന്നത്. എന്തായാലും ഭക്തജനങ്ങളെല്ലാം തന്നെ ഓരോ സ്ഥലത്തിൽ ഈ കാര്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ തന്നെ അന്നത്തെ ഭാരവാഹികൾ ആരും തന്നെ മുതിർന്നിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം തന്നെ ഈ മറുപടിയും വന്നിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് ഇതിൽ ഉത്തരം പറഞ്ഞാൽ മതിയാകും. പ്രധാനമായും ഒന്നാമത് തിരുവിതാംകൂർ ദേവസ്വം കൂടി ഈ പ്രതിക്കൂട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിലെ അഴിമതി കഥകൾ കൂടി ഒന്നൊന്നായി പുറത്തു വരുമ്പോഴേക്കും എന്തായാലും ഭക്തജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോൾ നിലവിൽ ബാധ്യസ്ഥരാണ്. അശ്വതി. ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്. ഒരു ഓഡിറ്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കോടികളുടെ വെട്ടിപ്പാണ് ഈ ക്ഷേത്രത്തിലും നടന്നിരിക്കുന്നത്. ഭക്തർ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ലക്ഷങ്ങൾ അതായത് ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ വരുമാനമുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ ഈ ഭക്തർ കാണിക്കായി സമർപ്പിക്കുന്ന ഒന്നിനും ഒരു രേഖയുമില്ല, ഒരു ഓഡിറ്റുമില്ല. എവിടെ പോയി ഈ സ്വർണം എന്നതടക്കമുള്ള നിർണായക ചോദ്യങ്ങളാണ് പുറത്തു വരുന്നത്. എത്ര പെട്ടെന്നാണ് ഈ സ്വർണ്ണ ഉരുപ്പാടികളടക്കം അപ്രത്യക്ഷമായത്? ആരാണ് ഇതിന് പിന്നിലെ ആ മജീഷ്യൻ? അതൊക്കെ കണ്ടറിയാം. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.